മാപ്പിൽ കാണിച്ചിരിക്കുന്ന വഴിയാണെന്നില്ല, ഇതല്ലാതെ വേറൊരു വഴി കൂടെ നമുക്ക് പോകാം. ഈ ഒരു കല്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഇതാണ് മീനുകളിമ്പാറയുടെ മുകളിൽ പതുങ്ങിയിരിക്കുന്ന എവർഗ്രീൻ ഫോറസ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾസോ എ ഷോർട്ട് റൈഡ്. നമ്മളിപ്പോൾ സമയം ഏതാണ്ട് 4:30 4:15 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു റൈഡാണ്. നമ്മൾ നേരെ തൊടുപുഴ വണ്ണപ്പുറം ചെന്നിട്ട് അവിടെ നിന്ന് ഏതൊരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. ഡെസ്റ്റിനേഷൻ ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഓൺ ദ വേയിലോ അല്ല അവിടെ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. ലേറ്റായി ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ പരിചയം ഉണ്ടാവുമെന്നറിയാം. കോട്ടപ്പാറ പോകാൻ നേരത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. നമ്മൾ പൊളിക്കും. സ്ഥിരം കുറ്റി തന്നെയല്ലേ? ഇവിടെ സമയം 4:30 സമയം 4:15. എന്നാൽ പോയേക്കാം. ഗായ്സ്, നമ്മളപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ വണ്ണപ്പുറം മുകളിൽ ചെല്ലുമ്പോൾ വെൺമണി എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ആണ്. സൂര്യനൊക്കെ നൈസായിട്ട് ഉദിച്ചിങ്ങ് പോന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ഇതൊന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല വ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് വെൺമണിയിൽ നിന്ന് മീനുളിമ്പാറയ്ക്കുള്ള റൂട്ടാണ്. നേരെയൊക്കെ ഓൾമോസ്റ്റ് വെളുത്തു. പിന്നെ നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്ക് കുറച്ച് കുറവാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേറെ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. രാവിലത്തെ ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ചിലപ്പോൾ 1 കിലോമീറ്റർ ഇല്ലല്ലോ ഇവിടുന്ന്, ആണല്ലേ? മാപ്പിൽ കാണിച്ചിരിക്കുന്ന വഴിയാണെന്നുള്ളൂ, ഇതല്ലാതെ വേറൊരു വഴി കൂടെ നമുക്ക് പോകാം. അപ്പോൾ ആ വഴിയായിരുന്നെങ്കിൽ ഓഫ് റോഡ് ഇല്ല. ഇത് ഇച്ചിരി ഓഫ് റോഡാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വഴി കയറി ചെന്ന് അതുകൊണ്ടല്ലോ അവിടെ എങ്ങാണ്ടാണ് വണ്ടി വെച്ചിട്ടാണ് കയറി പോകേണ്ടത്. ഒരു പ്രാവശ്യം വന്ന് ഒരു പരിചയം വെച്ചുള്ളൊരു ഇതേ ഉള്ളൂ. ഇത് തന്നെയാണ് വഴി. ഇച്ചിരി ഓഫ് റോഡായിരുന്നു. നമ്മൾ വന്ന വഴി ഇച്ചിരി ഡാർക്കായിരുന്നു. അതെന്ന് വെച്ചാൽ തെറ്റിപ്പോയി, അങ്ങനെ തന്നെ വേണം പറയാൻ. പക്ഷേ വന്ന വഴി അടിപൊളിയായിരുന്നു. അയ്യോ അമ്മേ. ഒരു വ്യൂ പോയിന്റിലൊക്കെ വരുമ്പോൾ ഒരു ഓഫ് റോഡ് ഇല്ലെങ്കിൽ എന്ത് രസം. നീ പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ന് താഴെ പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് മീനുളിമ്പാറയുടെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഞങ്ങൾ വന്നത് കഴിഞ്ഞ ജൂണിലെങ്ങാണ്ടാണ്. ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറായിരുന്നു ഇവിടെ വന്നത്. സച്ച് ആൻ ഇമ്പ്രൂവ്മെൻറ്റ്. ഒറ്റ വർഷം കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ വഴി ഉണ്ടോ, ഇതുവഴി കയറി ലോണ്ട് അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങോട്ടൊക്കെ ഡീവിയേഷൻ ഉണ്ട്, അതാ മുകളിൽ ചെന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ട്രെക്കിങ് വയ്യ അങ്ങ് തുടങ്ങിയേക്കാം. നീ ഇന്ന് ചാവും. വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ വെച്ചു. ഇപ്പോൾ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസിങ് കയറി പോകുന്നു. ഇപ്പോൾ തന്നെ പയ്യെ അണയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട്? ചെറുതായിട്ട് തണുപ്പുണ്ട്. ഉണ്ടാകും. അപ്പം നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ചെറിയൊരു തോന്നലേ ഉള്ളൂ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി അങ്ങനെ പോകണം. അവിടെ ചെന്ന് നോക്കാം, എന്നിട്ട് അവിടെ തന്നെയാണോ പോകേണ്ടതെന്ന് നോക്കാം. ഇപ്പം ആക്ച്വലി ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ അതുവഴി വന്നിട്ട് ഇങ്ങനെ വന്ന് അതുവഴി കറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പോൾ അതുവഴി കയറി ഇങ്ങനെയാണ് വന്നത്. പക്ഷേ ശരിക്കുള്ള വഴി ഇതല്ല. എനിക്ക് തോന്നുന്നത് അതുവഴി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതുവഴിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ വന്ന വഴിയൊക്കെ ഫുള്ള് സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഇതുവഴി കയറിപ്പോക്കൊക്കെ ഇച്ചിരി റിസ്ക്കാണ്. നമ്മളപ്പം അത്യാവശ്യം ഒരു മല കവർ ചെയ്യാറായി. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, ഞാൻ കിതയ്ക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒരു അഡ്വൈസ്, ഇവിടെ വരുന്നവർ ഫുഡായിട്ട് വരിക, അല്ലെങ്കിൽ കിതച്ച് നിന്ന് പോകും. ഇടയ്ക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡായിട്ട് വരിക, ഫുഡും വെള്ളം. അപ്പോൾ താഴേന്ന് ഇവിടെ വരെ ഈ ഒരു പോയിന്റ് വരെയാണ് ഒരു മല. മാപ്പോട്ടേക്ക് കയറുമ്പോഴത്തേക്കും അങ്ങ് മണ്ണിൽ ഒരു സെറ്റ്, അതാണ്
സ്ഥലത്തിന് വരുന്നത് ഇത് മീനുളിയമ്പാറ. മീനുളിയമ്പാറയിലെ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് മേളിൽ കാണുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തോട്ട് ചെല്ലുന്നതോറും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് മീനുളിയമ്പാറയുടെ മുകളിൽ പതുങ്ങിയിരിക്കുന്ന എവർഗ്രീൻ ഫോറസ്റ്റ്. ഇത് എവർഗ്രീൻ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. പ്രത്യേക ഒരു സ്ഥലം കണ്ടോ, എൻട്രിയൊക്കെ പോലെ ഒരു വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വരുന്ന ആൾക്കാരും പിന്നെ ഇതുവഴി കയറി ഇറങ്ങി ഒരു പർട്ടിക്കുലർ വിഭാഗം ഓഫ് പീപ്പിൾ അവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നടപ്പാതെ ആയിരിക്കാം ഇങ്ങനെ ആയത്. നമ്മൾ നൈസായിട്ട് ഇതാ എൻട്രിയിലൂടെ അകത്തേക്ക് കയറുകയാണ്. താഴെ നോക്കിയാൽ ഇവിടെ ഇത്രയും നല്ലൊരു എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ഈ സ്ഥലത്ത് എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളമോ അങ്ങനെ കാര്യമായിട്ട് വെള്ളം അങ്ങനെ ഒന്നും കിട്ടാതെ ഇത്രയും തിക്കായിട്ട് ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നമുക്ക് ഒരു അത്ഭുതം തന്നെയാണ് ആക്ച്വലി. നിങ്ങൾ പുറകെ കാണുന്ന ഈ ഒരു കല്ലുണ്ടല്ലോ, ഈ ഒരു കല്ലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. പണ്ടത്തെ നമ്മുടെ ഈ എന്നാണ് സാധനത്തിൻ്റെ ഒരു ചുമട് താങ്ങി അതുപോലത്തെ എന്തോ ഒരു സാധനം നാട്ടി വെച്ചിരിക്കുന്നതാണിത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ താമസമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ സെറ്റ് ചെയ്തതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഈ അടിച്ച് താത്തി കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാടിൻ്റെ ഒരു പ്രത്യേകത ഒരു പേടിപ്പിക്കുന്ന അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഏത് നിമിഷവും പുലി വല്ലതും വരുമോ അങ്ങനെ ഒരു പേടിപ്പിക്കുന്നൊരു അവസ്ഥയാണ്. ഇത് അതുപോലെ തിക്കാണ് ഇവിടുത്തെ കാടുകളെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏത് മൂലയിൽ ചെന്നാലും നമുക്ക് ഓരോ വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും വ്യൂ പോയിൻറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിലെ പോയൊരു വ്യൂ പോയിൻറ്റ്, ഇതിലെ പോലൊരു വഴി, അവിടുന്ന് മേളിലോട്ട് പോയാലാണ് മെയിനായിട്ടുള്ള വ്യൂ പോയിൻറ്റിലേക്കുള്ളത്. പിന്നെ ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് സ്ട്രെയിറ്റ് മേളിലോട്ട് പോയാൽ അവിടെ ഒരു വ്യൂ പോയിൻറ്റ്. പിന്നെ കാര്യമായിട്ട് സുരക്ഷാ മാർഗനിധികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ കൊക്കയിലേക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളാണ്. നേരെ താഴോട്ട് കിണറിനകത്തോട്ട് വീഴുന്ന പോലെ ഇരിക്കും. ഞാനൊരു ചേട്ടൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ട ആ ചേട്ടൻ ഉപയോഗിച്ച വാക്കാണ് കിണറ്റിലേക്ക് വീഴുന്ന പോലെ ഇരിക്കും. പക്ഷെ കറക്റ്റാണ്. ഈ പോയിൻ്റൊക്കെ കണ്ടോ, അവിടെ നിന്നൊക്കെ താഴോട്ട് പോയാൽ കറക്റ്റ് കിണറ്റി വീഴുന്ന പോലെയാണ്. പിന്നെ ഈ ഫോറസ്റ്റിനകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് എട്ടുകാലീസ് പിന്നെ അങ്ങനത്തെ ക്ഷുദ്രജീവീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം ഏതെങ്കിലും വന്ന് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ലല്ലോ ഇതിനൊക്കെ വിഷമുണ്ടോ ഇല്ലയോ എന്നൊന്നും. പണി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കഴിവതും ഫോറസ്റ്റിനകത്ത് കയറിയാൽ എക്സ്പ്ലോർ ചെയ്യുക, എത്രയും പെട്ടെന്ന് വ്യൂ പോയിൻ്റ് ചെല്ലുക, കറങ്ങി അടിച്ച് നിൽക്കില്ലേ, അല്ലെങ്കിൽ വല്ല ടെൻറ്റിനകത്തായിരിക്കണം. Can't wait to bury. Yes. ഇവിടുത്തെ വ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു വെറൈറ്റിയാണ്. ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ വെച്ചൊരു വെറൈറ്റി വ്യൂ ആണ്. സാധാരണ കാണുന്നത് ഫുള്ള് മലയും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഈ പോകുന്നതൊക്കെ ഒരു ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ ഭാഗമാണെന്നൊക്കെയാണ് പറഞ്ഞുള്ള അറിവ്. അങ്ങ് വരെ ഇതിൻ്റെ കവറിങ് ഉണ്ട്. പിന്നെ അങ്ങ് അറ്റത്തോട്ടൊക്കെ മഞ്ഞൊക്കെ മൂടിയിരിക്കുന്നുണ്ട്. മഞ്ഞ് മൂടിയതാണോ വെയിലിൻ്റെ എഫക്റ്റ് കൊണ്ട് കാണാത്തതാണോ എന്നറിയില്ല. എന്നാലും നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. ഇവിടുന്ന് കിട്ടുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റി വ്യൂസാണ്. 4 സൈഡിലും വ്യൂ ആണ്. ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് കാറ്റാടിക്കടവ് വ്യൂ പോയിൻ്റ് ആണോ എന്ന് നല്ല ഡൗട്ടുണ്ട്. കാരണം അതിൻ്റെ ഫോട്ടോസിൽ കാണുന്ന അതേ സിമിലർ ആയിട്ടുള്ളൊരു രൂപമാണ് ആ കാണാൻ. അപ്പോൾ സമയം ഏതാണ്ട് 9 മണി എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നേരമായി. 8:15 കഴിഞ്ഞപ്പോൾ 8:30 എങ്ങാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയത്. കുറേ നേരം എന്താണ്ടോ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് കുറേ നേരം അവിടെ കിടക്കുമായിരുന്നു. പിന്നെ
കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, വെള്ളമൊക്കെ കുടിച്ചു. അപ്പം അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തൊട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഫോറസ്റ്റിനകത്ത് തന്നെ കയറി ഒരു വ്യൂ പോയിന്റിൽ സെറ്റിലായിരുന്നു. എന്നിട്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ദാണ്ട വേണ്ട നൈസായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഒരുത്തൻ. വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ കിടന്നുറങ്ങുന്നു. ഇത് ആ കാണുന്നുണ്ടോ, അതാണ് കാറ്റാടിക്കളവ് വ്യൂ പോയിന്റ്. അടുത്ത നമ്മൾ വരുന്നത് അതിൻ്റെയൊക്കെ മണ്ടലൊക്കെ കയറാനായിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീനുളിയമ്പാറ വിശേഷങ്ങൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിലാണ് ഇവിടെ, രാവിലെ തൊട്ട് നല്ല വെയിലാണ്. ആ ഒരു കാരണത്താൽ തന്നെ നമ്മൾ കൂടുതൽ ടൈം ആ എവർഗ്രീൻ ഫോറസ്റ്റിനകത്താണ് തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും വരെ എല്ലാവർക്കും എന്നോട് വന്നല്ലേ ഒരു ഫേസ് ഗൈസ്, ആണോ ഇല്ലല്ലോ. അടുത്ത പ്രാവശ്യം പറ്റുമെങ്കിൽ ഞാനും കൂടെ കാണും. കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ വലിഞ്ഞേറി വരും. ആ ഒരു ഉറപ്പോടെ ഞാനും മാറുന്നു. അപ്പോളേ പോയേക്കുവാ, അടുത്ത വരവിൽ കാണാം. അടുത്ത മഴക്കാലത്ത് എത്തിയേക്കാം. അപ്പോളേ വൈബുള്ളൂ ഇവിടെ.